നമ്മുടെ ഗംഭീരമായ കേക്ക് വളരെ സൂക്ഷിച്ചാൽ അയ്യോ ഒരു മിനിറ്റ് ഒരു ഇത് കൊണ്ട് ഇതെന്തെങ്കിലും ബാക്കിലോട്ട് നിൽക്കാം. ഒന്ന് വെക്കാൻ വേണ്ടി അയ്യോ മോനെ ഇത് ചെറുതാ, എന്തായാലും വലിയൊരു നമുക്ക് ഫ്രെയിമിൽ വെക്കാൻ വേണ്ടിയാ. വലുത് കൊണ്ടുപോവാ. ഒരുപാട് സെലിബ്രേഷൻ പരിപാടികൾക്കൊക്കെ ഞാനാണ് കേക്ക് കൊടുക്കുന്നത്. എന്നെ മനസ്സിലായില്ല നിങ്ങള്? ഇല്ല. അറിയില്ല? ഇല്ല, മനസ്സിലായില്ല. ഞാനാണ് പ്രശസ്ത കേക്ക് മേക്കർ പുലി. പുലിയോ? പുലിന്ന് എന്റെ പേരല്ല, എന്റെ പേര് അലി എന്നാണ്. അല്ല, കേക്ക് മേക്കിംഗ് രംഗത്തെ പുലിയാണ് ഞാൻ. ഭയങ്കര കിടിലമാണ്. ഞാൻ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ചേട്ടനെ അറേഞ്ച് ചെയ്തത്. ഈ അമൃത ചാനലിലെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പരിപാടി ഞാനും എന്റെ വീട്ടുകാരും മുടങ്ങാതെ കാണുന്ന ഒരു പരിപാടിയാണ്. കോമഡി മാസ്റ്റേഴ്സ് ഗംഭീരമായിട്ട് അവതാരകയാണ്. എന്റെ പൊന്നു ചേട്ടാ, കോമഡി മാസ്റ്റേഴ്സ് അതുങ്ങാനാണോ ഇനി എഴുതി വെച്ചേക്കുന്നത്? സക്സസ് സക്സസ്. ഞാനൊരു തെറ്റിക്കൽ കോമഡി പറഞ്ഞതാണ്, അത് വിജയിച്ചു. 100 എപ്പിസോഡ് മുതൽ 500 എപ്പിസോഡിന്റെ ആഘോഷം വരെ എന്താ ബേക്കിൽ നിന്നാണ് ഞാൻ കേക്ക് കൊണ്ടിരുന്നത്. ചേട്ടന്റെ ബാക്കിൽ നിന്നോ? എന്താ ചേട്ടാ പറയുന്നേ? എന്റെ ബാക്കിൽ എന്തോ കേക്ക് കൃഷിയാണ്. എന്റെ ബേക്കല്ല, എന്റെ ബേക്കറി. നിങ്ങളൊന്നാലിക്കും, നമ്മളൊരു ഗർഭിണിയെ പരിപാലിക്കുന്നത് പോലെയാണ് ഞാൻ ഈ കേക്ക് കെയർ ചെയ്തുകൊണ്ട് വരുന്നത്. അതിന്റെ അനാട്ടമി പോകരുത്. ഈ അനാട്ടമി പോരെന്ന് പറഞ്ഞ ഈ അനാട്ടമി അങ്ങനെ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രഭു, ഒരു സമ്പന്നനായ ഒരുത്തന്നെ, ഞാൻ വളരെ തിരക്ക് പിടിച്ച് കേക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, വലിയ മനോഹരമായ ഒരു കേക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് മൈ ഡിയർ മെരീന എഴുതി തരണമെന്ന് പറഞ്ഞു. ഓടി സാധനം അവിടെ കൊണ്ടെത്തിച്ചു. ഇതിന്റെ അനാട്ടമി മൊത്തം പൊളിഞ്ഞു. എങ്ങനെ? അവിടെ ചെന്ന് ഇത് തുറന്നു നോക്കുകയും ആ കേക്കിന്റെ മുകളിൽ എഴുതിയിരുന്ന മൈ ഡിയർ മെരീന എന്നുള്ളത് ഒരു മുട്ടൻ തെറിയായിട്ടിരിക്കുന്നു. അവിടെ കൂടി നിന്നവരെല്ലാം അത് വായിച്ചിട്ട് തന്നെ തെറി വിളിച്ചു. പിന്നെ ഞാൻ ഒരു കണക്കിനാണ് അവിടുന്ന് മുങ്ങിയത്. അതാണ് നമ്മള് പതുക്കെ കൊണ്ടുപോകുന്നത്. അന്ന് തൊട്ട് ഞാൻ വളരെ കെയർ ചെയ്തേ പോകാറുള്ളൂ. ഏറ്റവും നല്ല കേക്ക് ഏതാണ്? നിലമ്പൂർ കേക്കാണ്. നിലമ്പൂർ കേക്ക് അല്ല, നിലമ്പൂർ തേക്ക് കേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് തന്നെ സംഭവം. ഇത് നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്. എന്റെ ഈ നിലമ്പൂർ കേക്ക് വേണമെന്ന് വിചാരിക്കാം. വീട്ടിൽ വെച്ചല്ല ചടങ്ങ് നടക്കുന്നത്. ബർത്ത്ഡേ ദിവസം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സാമിൽ, അതായത് ഒരു തടിമിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാവരും അവിടെ കൂടുക. ഞാൻ അവിടെ കേക്ക് എത്തിക്കും. അപ്പം മിൽ ഓൺ ചെയ്യുക. ഈ കേക്ക് ബർത്ത്ഡേ ആരുടെ ആണോ അദ്ദേഹം ഈ കേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ തടിമില്ലിന് മിൽ വാളിങ്ങനെ വരികയല്ലേ, അപ്പൊ നിങ്ങൾ ചുറ്റും ഹാപ്പി ബർത്ത്ഡേ ടു യു പറയൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെയാണ് ആ കേക്ക് കട്ട് ചെയ്യുക. ലക്ഷണം ചെറിയ പീസാക്കുന്നതാണ്. വലിയ പീസ് നേരെ പോകും, ചെറിയ പീസ് ഇങ്ങനെ അങ്ങനെ പോകും. അയ്യോ മതി മതി. അതെ, ഞാൻ കാര്യം കേട്ടോ, നമുക്ക് ഫംഗ്ഷൻ ബാക്കി മുന്നോട്ടൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. മതി മതി. ഞാൻ സംസാരിച്ച അല്പം നിലമ്പൂർ കാടുകളിലേക്ക്. അപ്പൊ എന്തായാലും നമ്മളിതാ നമ്മുടെ ആ ഒരു ഫംഗ്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. 600th എപ്പിസോഡിന്റെ ഗ്രാൻഡ് ഫംഗ്ഷൻ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പക്രു ചേട്ടാ, പ്രജോദേട്ടാ, വിപിൻ ചേട്ടാ, നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ നമുക്ക് അതങ്ങ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഓൾറൈറ്റ്. ഒരു നല്ലൊരു മ്യൂസിക്കും കൂടെ ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ അതങ്ങ് ചെയ്ത് തുടങ്ങാം. വലിയ കേക്കാണ്, നല്ല വലിയ കേക്കാണ്. അതിനകത്തൊന്നും ഇല്ലല്ലോ. അതിനകത്തുണ്ടോ? നിങ്ങൾ അത് സൂക്ഷിച്ചിട്ട് കേക്ക് ഇവിടെ അതോ താങ്കളടുത്ത് തിന്നായിരിക്കും. ഞാൻ വില തോന്നിയ പറഞ്ഞാണ്ടല്ലേ. ഹലോ, ഞാൻ കൊണ്ടുവന്ന എനിക്ക് നല്ല ഉറപ്പല്ലേ. ഞാൻ എണീക്ക്. ഞാൻ എന്തിനാ എണീക്കുന്നത്? എണീക്കുന്നേ. ഞാൻ തന്നെ കട്ട് ചെയ്യണോ? ഇതിനകത്ത് കേക്ക് ഇല്ലല്ലോ. ഇല്ലേട്ടാ, കേക്ക് ഇവിടെ ഉണ്ട്. എവിടെ? ആ ചുമ്മാ അല്ലേ എടുത്ത് പാത്ത് വെച്ചേക്കാണ്. ഞാനെന്താ തിരിയുന്നത്? കോമഡി മാസ്റ്റേഴ്സ് 600 എപ്പിസോഡ് ബാക്കില്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കറക്റ്റ് ആയി. നനഞ്ഞവനെ താൻ അതി കയറി ഇരുന്ന് കേക്ക് നോക്കിയത് എന്നാ മൂടുപോയി. എന്റെ മൂടും പോയി. ഇതിപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അറം പറ്റിയതായി. എല്ലാ ആഘോഷങ്ങൾക്കും ഞാൻ എന്റെ ബേക്കിൽ നിന്നാണ് തേക്ക് കൊണ്ടിരുന്നത്. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്ന കേക്ക് എന്റെ ബേക്കിലായി പോയി. പരിപാടി ഇതെങ്ങനെ ചെയ്തു? എന്താ ചെയ്യണം? എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ കേക്ക് കട്ട് ചെയ്താ പോരെ? കട്ട് ചെയ്തു. ഇങ്ങനെ കിടക്കാം. അതെ, കട്ട് ചെയ്താൽ മാത്രം മതിയോ? മറ്റേ മെഴുകുതിരി കത്തിച്ച് ഉരുക്കണോ? ഇങ്ങനെ എടുത്ത് സോമിലി കൊണ്ടുപോയാലോ? അല്ല, നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണം. ഞാനിപ്പോ ചുമ്മാ കേക്ക് കട്ട് ചെയ്താൽ മാത്രം പോരാ. ഇങ്ങനെയാണോ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ? ഈ പരിപാടി മൊത്തം പൊളിഞ്ഞു. പൊളിഞ്ഞില്ല.
കണ്ടോ 600. ആയ്. അതായത് ഈ പുള്ളിക്കാരൻ എവിടെ പോയാലും ഇങ്ങനെ കേക്ക് തകർത്ത് കളയുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു ബാക്ക് കേക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇതന്നെ അലിയൊക്കെ ജെയിംസ് ബോണ്ടാ എന്താ അങ്ങോട്ട് തിരിഞ്ഞ് സെലിബ്രേഷൻ 00 എന്നായി. ഗംഭീരമായിട്ടുള്ള നമ്മുടെ 600th എപ്പിസോഡിന്റെ സെലിബ്രേഷൻ കേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത് ആഘോഷം ഓണാക്കണ്ടേ? നിങ്ങൾക്കൊക്കെ വലിയ ആഘോഷം. എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാവോ? എന്നാ പിള്ളേര് സ്നഗിയില് അപ്പിയിട്ട അവസ്ഥയാണ്. ഒരു നല്ല കാര്യം ചെയ്യാം. ഞാനതിനിപ്പോ വീട്ടിൽ പോകും. ഞാൻ കൊണ്ടു അവിടെ മിണ്ടായിക്ക്. ഇനി ഇങ്ങനത്തെ mistake പറയരുത്. വരൂ, പങ്കു ചേട്ടാ, വരൂ. എന്തായാലും എല്ലാവരുടെ അനുവാദത്തോടെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഒക്കെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കമോൺ. ബാഗിൽ നിന്ന് നിന്നോളൂ. പാവത്തിൽ കുത്താടോ. നല്ല കേക്കാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ ഫംഗ്ഷൻസും കാര്യങ്ങൾക്കും വിളിക്കാം. ഓക്കെ ഉറുമ്പരിക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോകും. ആ, ചേട്ടനെ help ചെയ്യാം, ചേട്ടനെ help ചെയ്തോ. സ്നാഗി